ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി സ്പാനിഷ് പൊട്ടാറ്റോ ഓംലെറ്റ്. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ്, പിന്നെ കേബേജ്, പിന്നെ വലിയ ഉള്ളി, പിന്നെ ചീസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊസറല്ല പിസ്സ ചീസ്, നമ്മൾ പിസ്സയ്ക്കൊക്കെ ഇടുന്ന ചീസാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കേബേജ്, സ്ലൈസായി അരിഞ്ഞു വെച്ച കേബേജാണ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കത് മൂടി വെക്കാം. എന്നിട്ട് അതിന് ശേഷം അതൊന്നും കൂടി തുറന്ന് നോക്കിയാൽ അത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് അതൊന്ന് ഓഫ് ചെയ്യാം. പിന്നെ വേണ്ട നമ്മളെ മെയിൻ സാധനം 3 മുട്ട അത് പൊട്ടിച്ചിട്ട് തന്നെ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് അതിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ അതിനിട്ട് കൊടുക്കുക. എന്നിട്ടും നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളെ സ്വന്തം മല്ലിച്ചപ്പും പുതിനയിലയും അതിനിട്ടിട്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ വാട്ടി വെച്ച പൊട്ടാറ്റോ മിക്സ് ഇതിലേക്കാണ് ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് പാനിൽ കുറച്ച് എണ്ണ വാർന്നിട്ട് അതെല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതേപോലത്തെ റിങ്ങോ എന്തെങ്കിലും അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്കൊരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ആക്കിയിട്ടുള്ളത്. പിന്നെ പകുതി ഓംലെറ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് ചീസ് അങ്ങോട്ട് വിതറി കൊടുക്കുക തന്നെ. എല്ലായിടത്തും കൂടി എത്തണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ്ഗ് മിക്സ് അത് അതിൻ്റെ മുകളിലൂടെ അങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കാം. എല്ലായിടത്തും കൂടി എത്തണം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റാണ് മൂടി വെച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കരി. എന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു സ്പൂണോ ഒരു കത്തിയോ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും, ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അത് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ഒരൊറ്റ മറിച്ചു. ആ ചട്ടിക്ക് തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് ആ മുകളിലെ ഭാഗം കൂടെ വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ സ്പാനിഷ് പൊട്ടാറ്റോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസം കേട്ടോ. ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഇപ്പം പറഞ്ഞുതരാം. ഓൻ്റെ പൊന്നോ എജാതി ടേസ്റ്റ് അറിയോ. ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പറ്റിയിട്ടില്ലേ കമൻറ്റ് ബോക്സിൽ എന്ത് തെറിയാണെങ്കിൽ പറഞ്ഞു.